നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ ആക്രമണം, അതായത് ഇസ്രയേൽ ആക്രമിച്ചതിന് പ്രതികാരമായിട്ട് ഇറാൻ നടത്തിയ ആക്രമണം. അതിന് പിന്നാലെ നെതന്യാഹു രാജ്യം വിട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഗ്രീസിലേക്കാണ് അദ്ദേഹം പോയത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്രാ വിമാനമായിട്ടുള്ള വിങ്സ് ഓഫ് സിയോൺ, ആ വിമാനത്തിലാണ് ഇദ്ദേഹം ഗ്രീസിലേക്ക് പറന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനിൽ നിന്നുള്ള ആക്രമണം പ്രതിരോധിച്ച് നിർത്താനായിട്ട് കഴിയാതിരിക്കുക, അതായത് ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ ഇസ്രയേലിൽ അവിടെ നിൽക്കുന്നത് വളരെയധികം അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇസ്രയേൽ വിട്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഏഥൻസിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ നെതന്യാഹു ഒറ്റയ്ക്കാണോ കുടുംബമായിട്ടാണോ പോയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇസ്രയേലും ഒന്ന് സ്ഥിരീകരിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവരെല്ലാം തന്നെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെയെല്ലാം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതിനിടെ ഇറാന്റെ മറ്റൊരു ആക്രമണം, അതിൽ ഇസ്രയേലിന്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ആക്രമിച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ദ കിറിയ കോമ്പൗണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് അമേരിക്കയ്ക്ക് എങ്ങനെയാണോ പെൻഡഗൺ, അതുപോലെ തന്നെയാണ് ഇസ്രയേലിന് ഈ ഒരു പ്രദേശം. ആ ഒരു പ്രദേശത്തിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വളരെയധികം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കാര്യങ്ങളും സുരക്ഷയും എല്ലാം ഒരുക്കി വെച്ചൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇസ്രയേലിൻ്റെ സൈനിക ഏകോപനവും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടാനായിട്ടുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഫോക്സ് ന്യൂസ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയനുസരിച്ച് ഈ ഒരു പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലേഖകനായിട്ടുള്ള ട്രേ യങ്സ്റ്റർ പറയുന്നത് 3 ബാലസ്റ്റിക് മിസൈലുകളാണ് അവിടെ പതിച്ചിരിക്കുന്നതെന്നാണ്. അതായത് ഇറാന്റെ തിരിച്ചടി വളരെയധികം ശക്തവും ഇസ്രയേലിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ പോകുന്നതുമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇറാനിൽ നിന്നുള്ള തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ ഗസയിൽ നിന്നൊരു റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രയേലി സൈന്യം തന്നെയാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു ഇരട്ടി പ്രഹരമാണ്. അതായത് ഇപ്പോൾ ഗസയിൽ നിന്നുണ്ടായ ഈ ഒരു ആക്രമണം അവരെ സംബന്ധിച്ച് ഒരു ഇരട്ടി പ്രഹരം തന്നെയാണ്. അതിനിടെ ഫെർഡെ ആണവ കേന്ദ്രത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ, അതായത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പരിമിതമായിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഈ ഒരു പ്രദേശത്ത് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു പ്രദേശത്തെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ആണവ നിലയത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ടെഹ്റാനിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 60ഓളം സാധാരണക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഒരു ഈ ആക്രമണത്തിൽ ഇസ്രയേലിനെതിരെ ജനരോക്ഷവും ഉയരുന്നുണ്ട്.